പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവത്തിൽ സന്തോഷിക്കാനുള്ള വഴിയെക്കുറിച്ച് ബൈബിളിൽ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നതാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, പറഞ്ഞേ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ട മാതാപിതാക്കളായി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ സമയത്തൊക്കെ ഒത്തിരിയേറെ ദൈവഹിതം അന്വേഷിക്കുന്നതാണ്. ദൈവഹിതം അന്വേഷിക്കുന്ന മാതാപിതാക്കളോട് ദൈവം പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കണം. എന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? വാർദ്ധക്യം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രായം ദുഃഖിച്ചിരിക്കാനോ വിഷമിച്ചിരിക്കാനുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ദൈവം പറഞ്ഞു തരുന്ന വഴിയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എന്ത് ചെയ്യുന്നു? ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം തരുന്ന അനുഗ്രഹമാണ് എല്ലാറ്റിനും എന്ത് ചെയ്യുക? നന്ദി പറയുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ, ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ ചെറിയ സ്നേഹ സംഗമത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്കിനി എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിതം ഉണ്ടെന്നറിയത്തില്ല. ഉള്ള ജീവിതം എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ജീവിക്കണം. എന്ന് പറഞ്ഞേ, എങ്ങനെ ജീവിക്കണം? ഇപ്പോൾ അടുത്തുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ അടുത്ത് പറഞ്ഞേ, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞേ, കൈ ഇങ്ങനെ കൊടുത്തിട്ട് അത് ചിരിച്ചുകൊണ്ട് പറയണം കേട്ടോ. അപ്പച്ചാ പറ്റുമെങ്കിൽ ചെയ്യാവോ? കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് ഒന്നുകൂടെ പറഞ്ഞേ, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം എന്ന് പറഞ്ഞേ. അപ്പച്ച അമ്മച്ചിയെ കൊടുക്കണം കേട്ടോ. അപ്പച്ചനും അമ്മച്ചിയും ഒന്നിച്ചിരിക്കുന്നവർ പരസ്പരം കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. അല്പടെ ഒച്ചപ്പറ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. ഒന്നുകൂടെ പറ ഹല്ലേലൂയ. അപ്പം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നതാണ് ആയുസ്സും ആരോഗ്യം കിട്ടുന്നത്. സന്തോഷത്തോടെ ഇരിക്കാനുള്ള വഴിയാണ് ഇടപെടാതെ. ഒന്ന് പറഞ്ഞേ, ഇടപെടാതെ. ഒന്നുകൂടെ പറയും, ഇടപെടാതെ. അപ്പോൾ എപ്പോഴും യേശുവേ നന്ദി. അതിനാണ് എല്ലാറ്റിനും ആർക്ക് നന്ദി പറയുക? ദൈവത്തിന്. മാതാപിതാക്കളെ, അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്ന പ്രിയപ്പെട്ട പപ്പായ്ക്കും അമ്മയ്ക്കും അപ്പച്ചനും അമ്മച്ചിക്കും സന്തോഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയും, ദൈവം തരുന്ന നന്മകൾക്കാണ് നന്ദി പറയുന്നത്. അല്ല, നിങ്ങളെല്ലാവരും ഭൂരിപക്ഷം പേരും ആദ്യകാല 91, 92 കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ബൈബിൾ കൺവെൻഷനിൽ കൂടിയവരുണ്ട് ഇവിടെ. അന്ന് പോട്ട നവീകരണത്തിലെ ദൈവവചന പ്രഘോഷവും രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിൽ നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഓർക്കുന്നുണ്ടോ? എല്ലാ തകർച്ചകളെയും പ്രതി ദൈവത്തെ സ്തുതിക്കുക, എല്ലാ കഷ്ടങ്ങളെയും പ്രതി ദൈവത്തെ സ്തുതിക്കുക, എല്ലാ കടഭാരങ്ങളെയും സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഓർക്കുന്നുണ്ടോ എല്ലാവരും? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപ്രകാരം സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒന്നുകിൽ കടഭാരം മാറാനുള്ള വഴി ദൈവം തുറന്നു തന്നു, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം തന്നു. ഒരു ആൾ ഒരിക്കൽ മരിച്ചു. അയാൾ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തെക്കുറിച്ച് അയാളിങ്ങനെ ആഗ്രഹിച്ച്, എനിക്ക് സ്വർഗം കാണണം. അപ്പോൾ നമ്മൾ സാധാരണ പറയും, നമ്മൾ പ്രാർത്ഥിച്ചാൽ, അയാൾ ഒരു സുവിശേഷകനെ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ സ്വർഗത്തെക്കുറിച്ച് എനിക്ക് ദൈവിക ദർശനങ്ങൾ തരണമേന്ന്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. അദ്ദേഹത്തെ എൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്നൊരു അനുഭവം അയാൾക്കുണ്ടായി. അങ്ങനെ അയാൾ സ്വർഗത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാം കണ്ട് ഒത്തിരി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു മാലാഖ വന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? നമ്മുടെ സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ നടന്ന് ഓരോ സുന്ദരമായ സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു കെട്ടിടം കണ്ടു. അവിടെ എന്താണെന്ന് ചോദിച്ചു. കയറി നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, കുറേ മാലാഖമാരിരുന്ന് ഇങ്ങനെ ഓരോ ബുക്ക് എടുക്കുന്നു, ഓരോ വിവരങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആ കെട്ടിടത്തിൽ നിന്ന്, ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു, ഈ ഓഫീസ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലാഖ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് അയക്കുന്ന അപേക്ഷകളെല്ലാം രേഖപ്പെടുത്തുന്ന ഓഫീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി. നമ്മൾ ഭൂമിയിൽ നിന്ന് വിടുന്ന എല്ലാ പ്രാർത്ഥനയും എവിടെ രേഖപ്പെടുത്തുന്നു? സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നു. ഒന്നിച്ച് പറയും ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും അയാൾ മുമ്പോട്ട് ഇങ്ങനെ പോയി. അവിടെ വേറെ ഓഫീസ് കണ്ടു. അവിടെ മാലാഖമാരിരുന്ന് എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കുക.
വല്ലപ്പോഴും എന്ത് ചെയ്യുന്നു, ചാടി എഴുന്നേറ്റ് ബുക്കിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വന്ന് മാലാഖയോട് ചോദിച്ചു, അല്ലെങ്കിൽ മാലാഖെ, ഈ രണ്ടാമത്തെ ഓഫീസിൽ എന്താണ് പരിപാടി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ഓഫീസിൽ എന്ത് ചെയ്യുന്നു, യാചനകൾ എഴുതും, അതിനുശേഷം അത് ദൈവം അനുഗ്രഹമായിട്ട് ഭൂമിയിലേക്ക് കൊടുക്കുമ്പോൾ നന്ദി പറയുന്നവരെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപ്പോഴാണ് ഇയാൾക്കൊരു സത്യം മനസ്സിലായത്. ആദ്യത്തെ ഓഫീസിൽ ഫുൾ ടൈം മാലാഖമാർ വർക്ക്, രണ്ടാമത്തെ ഓഫീസിൽ വർക്ക് തീരെയില്ല. ഞാൻ പറഞ്ഞെന്തറിയാവോ, ഇന്ന് നമ്മളെ നോക്കി നമ്മളിപ്പോൾ സ്വർഗത്തിൽ മരിച്ചു ചെല്ലുമ്പോൾ യാചനയുടെ പുസ്തകം നിറച്ചും പ്രാർത്ഥനകളായിരിക്കും, നന്ദി പറയുന്നത് വളരെ ചുരുക്കമാണ്. നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ദൈവസന്നിധിയിലേക്ക് വളരുവാനും പരിശുദ്ധാത്മാവിനെ നിറയുവാനും കൃപയിൽ ജ്വലിക്കുവാനും ആഗ്രഹിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാത്തിനും നന്ദി പറയാം. ബൈബിളിൽ റോമാലേഖനം അതിന് 1-ാം അധ്യായം 21-ാമത്തെ വാക്യമുണ്ട്. അവിടെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, ദൈവത്തെ അറിയുന്ന നമ്മുടെ കടമയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് നന്ദി പറയുക. പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൊച്ചു കുടുംബത്തിൽ നമ്മുടെ തലമുറകൾ ഇവിടെ ഇല്ലെങ്കിലും നമ്മൾ ഓരോന്നും സംസാരിക്കുമ്പോഴും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഏറ്റുപറയുവാൻ, ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്രകാരം നന്ദി പറയുന്ന വ്യക്തിക്കാണ് ഈ പ്രായത്തിലും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് നന്ദി പറയുന്നത് ചോദിച്ചാൽ, 22-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്. ബൈബിൾ ഇപ്രകാരം പറയുന്നുണ്ട്, സ്തുതിയുടെ, എന്ന് പറയാവോ, സ്തുതിയുടെ, നിങ്ങളുടെ ഈ ബൈബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്, വചനം പറയുമ്പോൾ സൗഖ്യം കിട്ടും. സ്തുതിയുടെ, പറഞ്ഞേ, സിംഹാസനത്തിൽ ദൈവം വസിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ യേശുവേ നന്ദി, യേശുവേ സ്തുതി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കെപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് നമ്മളെ എന്ത് ചെയ്യുന്നു, അശുദ്ധിയിൽ വീഴാതെ, തിന്മയിൽ വീഴാതെ വിശുദ്ധിയിൽ വളരുവാൻ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, സ്വരപതി, ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ അശുദ്ധിയിൽ വീഴാതെ ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് നമ്മൾ നയിക്കുകയാണ്. അപ്പോഴാണ് ബൈബിളിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയാണ്, നര ബാധിക്കുമ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. എന്ന് പറഞ്ഞേ, നര ബാധിക്കുമ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മളുടെ മുടി നരച്ചിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് കറുപ്പിക്കോ കറുപ്പിക്കാതിരിക്കോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഇതാണ്, വാർദ്ധക്യത്തിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ വഹിക്കുന്നു. എന്ന് പറഞ്ഞേ, എന്നെ ദൈവം സ്നേഹിക്കുന്നു. പറഞ്ഞേ, എന്നെ ദൈവം വഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആ ദൈവം എന്ത് ചെയ്യുന്നു, നമ്മളെ വഹിച്ചതല്ല, ഓരോ വ്യക്തിക്കും അയാൾക്ക് വേണ്ടതായ കൃപകൾ ദൈവം കൊടുക്കുകയാണ്. 127-ാം സങ്കീർത്തനം അതിൻ്റെ 127-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് മക്കൾ ദൈവത്തിൻ്റെ ദാനവും സമ്മാനമാണ്. മക്കൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ദൈവം ദാനമായി വന്നതുകൊണ്ടാണ് നമുക്ക് അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്ന റോള് ലഭിച്ചത്. കൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ. മക്കളില്ലാത്തവരെ സംബന്ധിച്ചോളം അവർക്ക് അപ്പനാകാൻ പറ്റത്തില്ല, അമ്മയാകാൻ പറ്റത്തില്ല, ആരുമൊട്ട് അവരങ്ങനെ വിളിക്കത്തുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും മക്കളെ ഓർത്ത് ആർക്ക് നന്ദി പറയണം? ദൈവത്തിന്. ഓർക്കെ പറഞ്ഞേ, ആർക്ക് നന്ദി പറയണം? മക്കളുള്ളതുകൊണ്ടാണ് നമ്മൾ ആരായി തീർന്നിരിക്കുന്നത്, അമ്മയും അപ്പനും ആകാൻ സാധിച്ചത്. ഇനി മക്കളെ സംബന്ധിച്ചോളം ജീവിതയാത്രയിൽ അവർ വിവാഹം കഴിച്ചതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ഏത് സ്വാതന്ത്ര്യം ഉയർന്നു? അമ്മായിപ്പനും അമ്മായിമ്മയായിട്ട്. മക്കൾ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലോ നമ്മളിപ്പോഴെവിടെയായിട്ടിരുന്നേന്? അപ്പനും അമ്മയായിട്ട്. പക്ഷേ മക്കൾ വിവാഹം കഴിച്ചതോടുകൂടി നമുക്ക് ഏത് പോസ്റ്റ് കിട്ടി? അമ്മായിപ്പനും അമ്മായിമ്മയും. നല്ലതല്ലേ? വെറും മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു, മന്ത്രിയായി. അവർക്ക് കൊച്ചുമക്കൾ ഉണ്ടായതോടുകൂടി എന്താ സംഭവിച്ചു? അതായി നമ്മൾ വല്യപ്പച്ചനും വല്യമ്മച്ചിയായി. ഇന്നിപ്പം നമ്മുടെ കൊച്ചുമക്കളൊക്കെ വല്യപ്പച്ചാ വല്യമ്മച്ചി എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മളൊരു സത്യം തിരിച്ചറിഞ്ഞു, നമുക്ക് പ്രായം ഇവരും ആരും വിളിക്കാനില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു?
ഇപ്പോഴും യൂത്തിനെ പോലെ അടിച്ചു പിന്നെ നമ്മൾ നടന്നേനെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട സമയത്ത് നമ്മളെ അപ്പനാക്കി, അല്ല ഭാര്യയായി, ഭർത്താവായി, പിന്നെ എന്ത് ചെയ്യുന്നു, അപ്പനാക്കി, അമ്മയാക്കി, അമ്മായിപ്പനാക്കി, അമ്മായിമ്മയാക്കി, ഇപ്പോഴിതാ ഗ്രാൻഡ് പേരൻസിനും നമുക്ക് ദൈവം തന്നു. ഹല്ലേലൂയ. അവിടെ ദൈവം എങ്ങനെ പറയണം? കർത്താവ് ഈശോയെ, പറഞ്ഞേ, ഉച്ചത്തിൽ പറയാം, കർത്താവ് ഈശോയെ മക്കളെ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു, മക്കൾ വിവാഹം കഴിച്ചതിന് നന്ദി പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയേണ്ടത് മരുമക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കളെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ നമ്മുടെ മകൻ എന്ത് ചെയ്യായിരുന്നു? എന്തോ അവൻ ഇപ്പോഴും വട്ടംകാരൻ നടന്നേനെ. നമ്മുടെ മകളെ ഒരാൾ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അവളിപ്പോഴും വെറുതെ ആയിപ്പോയേനെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മരുമക്കളെ ഓർത്ത് നമുക്ക് ഒത്തിരി നന്ദി പറയണം. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ മരുമക്കളെ ഓർത്ത് പരാതിയാണ് പറയുന്നത്. സത്യത്തിൽ ചെയ്യേണ്ടത് എന്താ? മരുമക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. അവിടെ ഇങ്ങനെ പറയാം, കർത്താവ് ഈശോയെ ദാനമായി നൽകിയ, കൂട്ടിച്ചേർത്ത് നൽകിയ മരുമക്കളെ ഓർത്ത്, ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഉച്ചത്തിൽ പറയണം, എന്നാലേ ഉള്ളൂ അവർ സ്വർഗം കേൾക്കണ്ടേ. മരുമക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ മരുമക്കൾ നമുക്ക് ചായ കാപ്പിയൊക്കെ തരുന്നതിലൊക്കെ ചില വീഴ്ചയൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു കാര്യം തന്നു, അവൾ നമ്മുടെ മകളെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കുട്ടികൾ പ്രായമായിട്ടും വിവാഹം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള പങ്കാളി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ഭൂരിപക്ഷം പേർക്കും, ചിലപ്പോൾ 1-2 പേർക്ക് പറ്റിയിട്ടില്ലായിരിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരുടെ മരുമക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. ഇനി നമ്മൾ ഇത്രയും ദിവസം, ഒരു 60 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 60 × 365 കൂട്ടിയാൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 22,000 ദിവസങ്ങളേ ഉള്ളൂ 60 വയസ്സ് ഒരാൾ ജീവിക്കുമ്പോൾ. അതിൽ 1/3 നമ്മൾ ഉറങ്ങും. 8 മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങും. ഉറക്കം കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? 14,600 ദിവസം. പറഞ്ഞേ, 14,000. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയല്ലേ, ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഒത്തിരി നാളായി മടുത്തു. ആകെപ്പാട് എത്ര ദിവസമായിട്ടുള്ളൂ? 14,600. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിലവർ ഉറങ്ങുന്നുണ്ട്. ഞങ്ങളൊരിക്കലും ഈ സക്രിയ സംഗമം ഉറങ്ങുന്നവരെ വിളിക്കത്തില്ല. കാര്യം എന്താ? ഈ പ്രായത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഉറക്കം. ഉറങ്ങാൻ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യണം? കാരണം ഉറക്കം, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മരണത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. എന്ത് മുൻ ആസ്വാദനം പറയാൻ പരിപാടിയ? അത് ഉറങ്ങുന്നവരെ ആരും അടുത്തിരിക്കുന്നവരെ വിളിക്കരുത്. പറഞ്ഞു തരാം. ഉറക്കം എന്ന് പറഞ്ഞേ, ഉറക്കം സ്വരമതി പറയാം. ഉറക്കം സ്വരമതി എല്ലാവരും ആയിട്ടില്ലല്ലോ. ഉറക്കം മരണത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും അടുത്തിരിക്കുന്നവരുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ ആദ്യമായിട്ട് ചിലപ്പോൾ ധ്യാനമൊക്കെ കൂടുന്നത്, ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പച്ചൻ ഉറങ്ങും, അമ്മച്ചി ഒറ്റയിടി. ഒരു കാരണവശാലും വിളിക്കരുത്. മരണത്തിൻ്റെ മുൻ ആസ്വാദനമാണ്. എന്നെങ്കിലും ഈ പള്ളിയിൽ അപ്പച്ചൻ ഇങ്ങനെ വടി പോലെ കിടക്കും, നമ്മളെല്ലാവരും കണ്ണു തുറന്നിരിക്കും. അപ്പച്ചൻ അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോഴേ എടുക്കുന്നത് മാത്രം. അതുകൊണ്ട് ദയവേത് ഉറങ്ങുന്നവരാരും വിളിക്കരുത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ആകെപ്പാട് കുറച്ച് ദിവസമുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ നമ്മളോട് പറയുന്നത്, 92-ാം സങ്കീർത്തനം 12-13 വാക്യങ്ങൾ പറയുന്നതാണ്. 92-ാം സങ്കീർത്തനത്തിൽ അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞേ, വാർദ്ധക്യത്തിലും അവർ എന്ത് ചെയ്യുന്നു? ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളുടെ ജീവിതം തീർന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നത്. ചിലവർ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പോരാ, മരിക്കുന്നതിന് മുമ്പ് സമൃദ്ധമായിട്ട് എന്ത് പുറപ്പെടുവിക്കണം? ഫലം പുറപ്പെടുവിക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് പുറപ്പെടുവിക്കണം? അതുകൊണ്ടാണ് ബൈബിളിൽ എഫേസസ് ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരുന്ന വചനങ്ങൾ ഉച്ചത്തിൽ ഏറ്റുപെടാം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. പറഞ്ഞേ,
ദൈവം മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന പറഞ്ഞേ സൽപ്രവൃത്തികളുടെ പൂർത്തീകരണത്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്ത് ചെയ്യാനാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചത്? സൽപ്രവൃത്തി ഉണ്ട്, മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന സൽപ്രവൃത്തി. ചിലപ്പോൾ മാതാപിതാക്കളെ നമ്മൾ ഇനിയായിരിക്കാം ദൈവം ഒരുക്കിയ പദ്ധതികൾ ചെയ്യാൻ അവസരമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിതം തീർന്നു എന്ന് വിചാരിക്കരുത്. ഇനിയാണ് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ടത്. പറഞ്ഞേ അടിച്ച് പൊളിച്ച് ജീവിക്കണം. ഒന്ന് പറഞ്ഞേ അടിച്ച് പൊളിച്ച് ജീവിക്കണം. കാരണം മക്കളോടൊരു ഉത്തരവാദിത്തം കഴിഞ്ഞു, മക്കളെ കെട്ടിച്ച് വിട്ട് അതോടുകൂടി അവരവരെ പാട്ടായി ഇനിയുള്ള സമയം എന്താണ്? നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറങ്ങി സന്തോഷിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. അല്പോടെ വെച്ചത് പറ ഹല്ലേലൂയ. കാരണം അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വൃദ്ധന്മാർ എന്ത് കാണും? ഇപ്പം നമ്മൾ ആകപ്പാടെ കാണുന്ന ഒരു സ്വപ്നമാണ്. എന്താണ്? ദൈവമേ, മറിയാമ്മ കിടപ്പായി, അവിടെ ചാക്കോ കിടപ്പിലായി, കർത്താവേ കിടപ്പാകാതെ നീ എന്നെ വിളിച്ചേക്കണം. ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പത്രം വായിച്ചു, എന്ത് ചെയ്യുന്നു, എസ്തപ്പാൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു, പള്ളിയിൽ വന്നു, കുർബാന സ്വീകരിച്ചു, നട ഇറങ്ങുന്ന വഴിക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. നമുക്ക് കേൾക്കും വിഷമമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയ. ഒന്നുമില്ലേലും എസ്തപ്പാൻ ആർക്കും അല്ല, നമ്മളൊരു വാക്കുണ്ട്, ആർക്കും എന്തും ഉണ്ടാക്കിയില്ല, ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പെട്ടെന്ന് മരിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നമ്മുടെ കൊച്ചിലൂർ ആശുപത്രിയിൽ ഫ്രീസറിൽ ഒരാഴ്ച ഇരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസം പോലുമില്ല. പെട്ടെന്ന് മരിച്ചുകൊണ്ട്, പ്രതീക്ഷിക്കാതെ മരിച്ചുകൊണ്ട് മക്കളൊക്കെ വരണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിപ്പോൾ ആ മരണം കാണുമ്പോൾ പറയാണ്, ദൈവമേ ഇങ്ങനത്തെ ഒരു മരണം എനിക്കും കൂടെ. കാരണം നമ്മളിങ്ങനെ കിടന്ന് മരിക്കുന്ന ചിന്തിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ മരിക്കേണ്ടവരായിരുന്നെങ്കിൽ കൊറോണയുടെ സമയത്ത് എല്ലാവരും മരിച്ചേനെ, പലരും മരിച്ചേനെ. നമ്മൾ ആ സമയത്ത് മരിക്കാതിരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഏതോ സൽപ്രവൃത്തികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ പരിശുദ്ധാത്മാവേ, പറഞ്ഞേ സ്വരമതി പരിശുദ്ധാത്മാവേ പോരാ, എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞേ, ഞാൻ പരിശുദ്ധാത്മാവേ, ഞാൻ ചെയ്തു തീർക്കേണ്ടതായ സൽപ്രവൃത്തികൾ ചെയ്തു തീർക്കുവാൻ ഈ ധ്യാനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. ചിലപ്പോൾ ചെറിയൊരു സൽപ്രവൃത്തി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്വത്ത് കൃത്യമായിട്ട് മക്കൾക്ക് വീരം വെച്ച് കൊടുക്കുന്ന അത് വലിയൊരു സൽപ്രവൃത്തിയാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നു, സ്വത്തിന് വേണ്ടി ചിലപ്പോൾ അടിയുണ്ടാക്കുക. അങ്ങനെ ഇന്ന് ഈ ധ്യാനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ആരാധനയുണ്ട്, നാളെ നിങ്ങൾക്ക് ആരാധനയുണ്ട്, നാളെ കഴിഞ്ഞ് അഭിഷേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ദൈവം സംസാരിക്കും, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സൽപ്രവൃത്തികൾ. ഹല്ലേലൂയ. അത് നിങ്ങൾ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ, ചെയ്യുമ്പോൾ നമ്മുടെ ഈ മിച്ചമുള്ള ജീവിതം സന്തോഷപ്രദമാക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 16:31 ഈശോ പറയുന്നുണ്ട്, നരച്ച മുടി മഹത്വത്തിന് കാരണമായി തീരുവാൻ. വീണ്ടും പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രായം ചെന്നവരുടെ അനുഭവ സമ്പത്ത് വലിയൊരു നിധിയാണ്. നിങ്ങൾ ഇത്രയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ 65, 70, 80 വയസ്സുള്ള ജീവിതത്തിൻ്റെ അനുഭവ സമ്പത്ത് എന്താണ്? വലിയ നിധിയാണ്. പറഞ്ഞേ അനുഭവ സമ്പത്ത് വലിയ. ആ നിധി നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? അത് നിങ്ങളുടെ മരണത്തോടു കൂടി തീർത്തുമില്ല പോരാ. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവ സമ്പത്ത് നിങ്ങൾ പങ്കുവെക്കണം. അതിനെല്ലാം നിങ്ങൾക്കൊരു തുടക്കമിടണം. നമ്മൾ മലബാർ മേഖലയിൽ ഈ സക്രിയാസ് പ്രോഗ്രാമിന് തുടക്കമിട്ടു. ദൈവകൃപ തുടങ്ങിയത് ജോയ്സ് ബദറാണ് തുടക്കമിട്ടു. നമ്മൾ പിന്നീട് അവിടെ ഈ പ്രായം ചെന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവർ പിന്നീട് ഒരുമിച്ച് കൂടി ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ചിലവരെന്ത് ചെയ്തു, അവരുടെ അനുഭവ സമ്പത്തെല്ലാം കൂടെ ചേർത്തൊരു ബുക്ക് പോലെ ആക്കാൻ തുടങ്ങി. ചിലവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിരന്തരം വന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ മിച്ചമുള്ള ജീവിതം സ്വർഗം ലക്ഷ്യമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. നിങ്ങൾ പലരും പല ജോലിയുടെ മേഖലയിൽ വർത്തില്ല. അപ്പോൾ പഞ്ചായത്ത് ജോലി ചെയ്തവരുണ്ട്. ആ അനുഭവ സമ്പത്ത് നിങ്ങൾ എന്ത് ചെയ്യണം?
ഈ ഇടവകയുടെ നവീകരണത്തിന് വേണ്ടി, ഇടവകയുടെ പുതിയ തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി പങ്കുവെക്കണം. ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു, പ്രായമുള്ളവരുടെ ഉള്ളിൽ വിജ്ഞാനം മറഞ്ഞു കിടക്കുന്നു. പറഞ്ഞേ, വിജ്ഞാനം. ഉറക്കെ പറയാം, വിജ്ഞാനം. നമുക്കറിയാം ഒത്തിരിയേറെ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ. ഇതെല്ലാം നമുക്ക് ഈ സംഗമത്തിലൂടെ കണ്ടെത്തി അത് സഭയ്ക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന്, നിങ്ങൾക്കൊരു പക്ഷേ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. ഈ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ വരുന്ന എന്തുമായിക്കോട്ടെ അതിനെ സമർപ്പിച്ച് ശക്തിയോടെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജ്ഞാനം പുറത്തു വരും, അനുഭവ സമ്പത്ത് പുറത്തു വരും. നിങ്ങളായിരിക്കുന്ന ഈ പ്രായത്തിൽ സമൃദ്ധമായിട്ടും ഫലം പുറപ്പെടുവിക്കുവാൻ. ഒരു പക്ഷേ മക്കളെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പപ്പ എന്തുണ്ടാക്കി, മമ്മി എന്തുണ്ടാക്കി. ഒരു പക്ഷേ ഉത്തരവില്ലായിരിക്കാം. പേടിക്കരുത്, ഭയപ്പെടരുത്. നിങ്ങൾ സ്തുതിച്ച് ദൈവത്തെ ശക്തിപൂർവ്വം ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ, സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിൽ നിന്ന് ഫലം പുറത്തു വരും. നിങ്ങളിൽ നിന്ന് അനുഭവ സമ്പത്ത് ജനത്തിന് ഉപകാരം വരുന്ന രീതിയിൽ മാറ്റപ്പെടും. വിജ്ഞാനം പുറത്തു വരും. ഇവിടെ ഇപ്രകാരം നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഗുണമെന്നറിയാവോ? നമുക്ക് ഈ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള ലക്ഷ്യം നമുക്ക് ലഭിക്കും. അതാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പ്രായം ചെന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശിമയോൻ എന്നാണ്. എന്ന് പറഞ്ഞേ, പേരെന്താണ്? അപ്പോൾ ശിമയോന് ഒരു പ്രവചനം കിട്ടിയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ കണ്ടിട്ടേ നീ മരിക്കുകയുള്ളെന്ന്. അങ്ങനെ ശിമയോൻ യേശുവിനെ കാണാൻ വേണ്ടി ദേവാലയത്തിൽ കഴിഞ്ഞു. ശ്രദ്ധിക്കുക, സഭയിൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരാളുടെ പ്രായമുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ജീവിതം ദേവാലയമായിട്ട് ചേർന്നിരിക്കണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. ശിമയോൻ എന്ത് ചെയ്തു? രക്ഷകനെ, യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു ദേവാലയത്തിൽ കഴിയാണ്. വർഷങ്ങളോളം കഴിയുമ്പോഴാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം 25-ാമത്തെ വാക്യം പറയുന്നു, ജെറുസലേമിൽ ശിമയോൻ എന്ന് ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരിക്കുന്നവനാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. ഈ പ്രായം ചെന്ന ശിമയോൻ്റെ മേൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ്. ഉറക്കെ പറഞ്ഞു, ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നു. കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പം അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആരെ കണ്ടിട്ടേ മരിക്കുകയുള്ളൂ? യേശുവിനെ. ഒന്ന് പറഞ്ഞേ, ആരെ കണ്ടിട്ട്? അപ്പോൾ ഇയാൾ അന്ന് തൊട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, എനിക്ക് യേശുവിനെ കാണണം. അങ്ങനെയാണ് ദേവാലയത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നപ്പോൾ 28-ാം വാക്യത്തിൽ പറയുന്നു, ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞേ, ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വാഗ്ദാനപ്രകാരം ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സകല ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇവിടെ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിമയോൻ പറയാണ്, ദൈവമേ, എന്നെ നീ എന്ത് ചെയ്യണം? സമാധാനത്തിൽ വിട്ടയക്കണമേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കാണേണ്ടവനെ പറഞ്ഞേ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ട് വരുന്നു? നിത്യതയിലേക്ക് പോവുകയാണ്. ഇപ്പോഴും ഈ ഭൂമി, നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും ജീവിക്കണം ഈ ഭൂമിയെക്കുറിച്ച് മാത്രമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ സംഗമത്തിലൂടെ നിങ്ങൾ കാണേണ്ടവനെ കാണണം. ഒന്ന് പറഞ്ഞേ, കാണേണ്ടവനെ. അടുത്തുള്ളവർക്ക് ഷെയ്ക്കാൻ കൊടുത്ത് പറയാം, കാണേണ്ടവനെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഒന്ന് പറഞ്ഞേ. അപ്പച്ചാ മുഖത്ത് നോക്കി പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, കാണേണ്ടവനെ പറഞ്ഞോ. ഷെയ്ക്കാൻ കൊടുത്തോ? അടുത്തമായിട്ട് പറഞ്ഞു. ആ, എല്ലാവരും പറഞ്ഞു, കാണേണ്ടവനെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. സ്വരം പോലെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, നമ്മൾ ശരിക്കും ഹൃദയത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്താ?
നിത്യതയാണ് എന്ന് പറഞ്ഞേ. എന്താണ്? നിത്യയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ച് നമ്മൾ ഉടനെ മരിക്കുന്ന അർത്ഥത്തിലല്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മറിച്ച് നിത്യത, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പറയാം, പരിശുദ്ധാത്മാവേ പറഞ്ഞേ, പറയാം എല്ലാവരും പറയും, പരിശുദ്ധാത്മാവേ കാണേണ്ടവനെ കാണുവാൻ ഈ സംഗമത്തിലൂടെ എന്നെ സഹായിക്കണമേ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അതിന് നിങ്ങളെ സഹായിക്കുന്ന നാളെ കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചില വിഷമങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ വിഷമം കാരണം എപ്പോൾ പള്ളിയിൽ ചെന്നാലും ഈ വിഷമത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഷെയറിങ്ങിന് അവസരമുണ്ട്. നമ്മൾ പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന് നിങ്ങളുടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ ആരെ കാണണം? ഇവിടെ ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവേ പറഞ്ഞേ, കാണേണ്ടവനെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. അതുകൊണ്ടാണ് നമ്മൾ നവീകരണത്തിൻ്റെ ആരംഭത്തിൽ ഒരു പാട്ട് പാടാറുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശുവിനെ കാണേണം, എനിക്കേശുവിനെ തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. പഴയ പാട്ട് ഓർക്കുന്നുണ്ടോ? എല്ലാവരും ഒന്നിച്ച് പാടിക്കേ. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കുവിനെ കാണേണം. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ. പഠിക്കേ. സ്നേഹപിതാവേ എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ. അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളിങ്ങനെ യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞ് എല്ലാത്തിനും നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും. ഹല്ലേലൂയ. ഉറങ്ങുന്ന കണ്ണ് മാത്രമല്ല, ആന്തരിക നേത്രങ്ങൾ എന്ത് ചെയ്യുന്നു? തുറക്കപ്പെടുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ കുർബാനയിൽ നിങ്ങൾക്ക് ആരെ കാണാൻ സാധിക്കും? യേശുവിനെ. ഒന്ന് പറയാം, ആരെ കാണാനായിട്ട്? യേശുവിനെ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ എല്ലാം മാറ്റപ്പെടുവാണ്. ജീവിതം സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഈ പ്രായത്തിൽ ഏതെങ്കിലും ചെറിയ സങ്കടങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇതുതന്നെയാണ് അതേ അധ്യായത്തിൽ പ്രായം ചെന്ന ഒരു വ്യക്തിയോട് ഈശോ പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം 36 മുതൽ 38 വരെ. അവിടെ അന്ന എന്നുള്ള പ്രവാചകയെക്കുറിച്ച് പറയുന്നു. അവൾ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച് കന്യകാപ്രായത്തിൽ 7 വർഷം, 13 വയസ്സിൽ കല്യാണം നടത്തി. 7 വർഷം ഭർത്താവിനോട് ജീവിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷെ അവളൊരു കാര്യം ചെയ്തു. തൻ്റെ വിധവയായി തീരുന്ന അന്ന ചെയ്തൊരു കാര്യമുണ്ട്. ദേവാലയത്തിൽ താമസിച്ചു. എന്ന് പറഞ്ഞേ, എവിടെ താമസിച്ചു? എന്നിട്ട് അവൾ ചെയ്യുന്നു നിരന്തരം. 37-ാമത്തെ പാടിയോ, ഈ വിധവ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ വിധവ പറഞ്ഞേ, ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയും. അവൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു കാര്യം അവൾ ചെയ്തു, നിരന്തരം ആരെ സ്തുതിച്ചു? ദൈവത്തെ സ്തുതിച്ചു. എന്നോർക്കെ പറഞ്ഞേ, ആരെ സ്തുതിച്ചു? ദൈവത്തെ സ്തുതിച്ചു നിരന്തരം. നോക്കുക, അങ്ങനെ അവൾക്ക് 84 വയസ്സായി. 64 വർഷമായിട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വിധവ, ഈ അന്ന ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഒത്തിരി വലിയ പ്രാർത്ഥനകളൊന്നുമല്ല ചെയ്തത്. അതിനേക്കാൾ ഉപരി യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രായമായി മറ്റ് പ്രാർത്ഥനകളൊന്നും പഠിക്കാനായിട്ടുള്ള വായിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു ചെറിയ പ്രാർത്ഥന നടന്നു, നിരന്തരം ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇങ്ങനെ അന്ന സ്തുതിച്ച് എല്ലാ ദിവസവും ദേവാലയത്തിൽ വരും. അവിടെ ഇരുന്ന് അവിടെ സ്തുതിക്കും. വൈകുന്നേരം അവിടെ പോയി കിടക്കും, വീണ്ടും ദേവാലയത്തിൽ വരും. അങ്ങനെ 84-ാമത്തെ വയസ്സിൽ പതിവ് പോലെ ദേവാലയത്തിൽ വന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് യൗസേപ്പിതാവും മാതാവും ഈശോയെയും കൊണ്ട് വരുന്നത്. ശ്രദ്ധിക്കണം, ആ സമയത്ത് വേറെയും കുട്ടികളുണ്ട്. സമൃദ്ധമായിട്ടും
ധാരാളം കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് യേശുവിനെ കണ്ടെത്താൻ ഈ അന്നയ്ക്ക് സാധിച്ചു. അന്ന എന്ത് ചെയ്തു? വന്നു കുട്ടിയെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, അന്ന കാണേണ്ടവനെ കണ്ടു എന്ന് പറഞ്ഞേ. കാണേണ്ടവനെ, ആ കാണേണ്ടവനെ കാണാനായിട്ട് അന്ന ചെയ്ത ഒരേ ഒരു കാര്യം ഇതാണ്, യേശുവിനെ സ്തുതിച്ചു എന്ന് പറഞ്ഞു. യേശുവിനെ അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഓർത്ത്, മരുമക്കളെ ഓർത്ത്, കൊച്ചുമക്കളെ ഓർത്ത്, വീടിനെ ഓർത്ത് എല്ലാം ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം.